ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, പിതാവിൽ നിന്ന് കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ് മക്കൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇന്നത്തെ വചനത്തിൽ നമ്മൾ രണ്ട് പിതാക്കന്മാരെക്കുറിച്ചുള്ള സൂചന കാണുന്നു. ഒന്ന്, സ്വർഗീയ പിതാവായ ദൈവം. ആ പിതാവിൻ്റെ പക്കൽ നിന്നാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പിതാവ് പ്രവർത്തിച്ചതും പിതാവ് പറഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമേ ഈശോ പ്രഘോഷിച്ചുള്ളൂ. പിതാവിൻ്റെ ഇഷ്ടം മാത്രമേ ഈശോ പ്രവർത്തിച്ചുള്ളൂ. അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ വത്സലപുത്രനായ ഈശോ. രണ്ടാമത് പറയുന്നത് ഈശോയെ ആക്രമിച്ച, ഈശോയുടെ വചനങ്ങൾ മനസ്സിലാക്കാതിരുന്ന ജനങ്ങളുടെ പിതാവ് പിശാചിനെ കുറിച്ചാണ്. ആ പിശാചിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് ജനങ്ങൾ ശ്രമിച്ചിരുന്നത്. ആ പിശാചായ പിതാവ് നുണയനും നുണയുടെ പിതാവുമാണെന്നും ഈശോ പറയുന്നു. ആദ്യ മാതാപിതാക്കളോട് അവൻ പറഞ്ഞ നുണ കേട്ടാണ് മാതാപിതാക്കൾ പാപം ചെയ്തത്. പഴം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിങ്ങൾ പഴം തിന്നോളുക, ഒന്നും പേടിക്കണ്ട, നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് നുണ പറഞ്ഞ് അവരെ കൊണ്ട് പഴം തീറ്റിച്ചു. അവർ പാപം ചെയ്തു. ഇന്നും നുണ തുടരുകയാണ്. നമ്മളിന്ന് ഒത്തിരിയധികം നുണകളുടെ പുറകെ പോയി തെറ്റുകളിൽ വീഴുന്നുണ്ട്. സത്യം മാറി നിൽക്കുകയാണ്. യഥാർത്ഥ സത്യം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നുണകൾ ഉപേക്ഷിക്കാൻ, നുണകളുടെ പുറകെ പോകാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.